ഗാസ മുനമ്പിലെ മാനുഷിക പ്രതിസന്ധി, പ്രത്യേകിച്ചും രൂക്ഷമാകുന്ന ഭക്ഷ്യക്ഷാമം, ഇസ്രയേലും ഹമാസും തമ്മിലുള്ള രാഷ്ട്രീയ വാക്പോരിന് പുതിയ മാനം നൽകിയിരിക്കുകയാണിപ്പോൾ. യുദ്ധം തുടങ്ങിയത് മുതൽ ഗാസയിലെ ജനങ്ങൾ കടുത്ത ദുരിതത്തിലാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും സഹായം എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങളും ജനജീവിതം താറുമാറാക്കുകയാണ്. ഇതിനിടെ ഗാസയിലെ UN സഹായ വിതരണ കേന്ദ്രത്തിൽ ജനക്കൂട്ടത്തിന് നേരെ വെടിവയ്പുണ്ടായതിന്റെ ദൃശ്യങ്ങൾ UN പുറത്തുവിട്ടതും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ഈ സംഭവം ഗാസയിലെ പട്ടിണിയുടെയും സംഘർഷത്തിന്റെയും ഭീകരമായ മുഖം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നു. ഭക്ഷണവുമായി വന്ന വാഹനങ്ങൾക്ക് ചുറ്റും തടിച്ചുകൂടിയ നൂറുകണക്കിന് പലസ്തീനികൾക്ക് നേരെ വെടിവെപ്പ് നടക്കുന്നതിന്റെ വീഡിയോയാണ് UN പോസ്റ്റ് ചെയ്തത്. US പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ഈ ആക്രമണം. ഭക്ഷണം കാത്തിരുന്ന സാധാരണക്കാർക്ക് തൊട്ടടുത്ത് വെടിയൊച്ചകൾ മുഴങ്ങുന്നതും വെടിയുണ്ടകൾ മണ്ണിൽ തട്ടി പൊടി ഉയർന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ വെടിവെപ്പിൽ ഒരാൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്താൻ നിർബന്ധിതരാകരുതെന്ന കുറിപ്പോടെയാണ് UN ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഈ ദൃശ്യങ്ങൾ ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കടുത്ത ഭക്ഷ്യക്ഷാമത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്നു. വെടിവെപ്പ് നടന്നിട്ടും ജീവൻ പണയം വെച്ച് ജനക്കൂട്ടം പിരിഞ്ഞു പോകാതെ സഹായത്തിനായി കാത്തു നിൽക്കുന്നതും അവർ എത്രത്തോളം നിസ്സഹായരാണെന്ന് കാണിക്കുന്നതാണ്. പട്ടിണി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിലും മതിയായി ഭക്ഷണം ലഭിക്കാതെ ലക്ഷക്കണക്കിന് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ടെന്ന് UN ഏജൻസികൾ നിരന്തരം മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. അടിസ്ഥാനപരമായ പോഷകാഹാരത്തിന്റെ അഭാവം കുട്ടികളിൽ വളർച്ചാ മുരടിപ്പിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവുകയും ചെയ്യും. ആശുപത്രികൾ തകർന്ന നിലയിലായതിനാൽ ചികിത്സയും ദുർബലമാണ്. കുടിവെള്ളത്തിന്റെ ലഭ്യതയും ഒരു വലിയ പ്രശ്നമായിട്ടാണ് നിലനിൽക്കുന്നത്. ഇതെല്ലാം ഗാസയെ ഒരു മാനുഷിക ദുരന്തത്തിലേക്കാണ് തള്ളിവിടുന്നത്. ഗാസയിൽ പട്ടിണിയില്ലെന്ന് ഇസ്രയേൽ വാദിക്കുന്നതിനിടെയാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നത്. ഗാസ നിവാസികൾക്ക് എത്തിക്കുന്ന സഹായം ഹമാസ് കൊള്ളയടിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും ഇസ്രയേൽ ശക്തമായി ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് തെളിവായി ആയുധധാരികളായ തോക്കുധാരികൾ സഹായ വസ്തുക്കൾ കൊള്ളയടിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഇസ്രയേൽ പുറത്തുവിട്ടിരുന്നു. പ്രദേശത്ത് ഒരു മാനുഷിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള ധാരണ വളർത്താൻ ഹമാസിന് മറ്റ് അജണ്ടകൾ ഉണ്ടെന്നും ഇസ്രയേൽ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ഹമാസിന്റെ ഈ നീക്കങ്ങൾ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ആക്കം കൂട്ടുന്നുണ്ടെന്നും ഇസ്രയേൽ വാദിക്കുന്നു. എന്നാൽ ഗാസയിലെ വ്യാപകമായ പട്ടിണി ഒരു ഭീഷണിയാണെന്ന് UN മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. സഹായ വിതരണ സ്ഥലങ്ങൾക്ക് സമീപം സഹായം ആവശ്യപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നിരവധി പലസ്തീനുകൾ വെടിയേറ്റ് മരിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. ജനക്കൂട്ടത്തിന് നേരെ വെടിവയ്പുണ്ടായെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് സൈനിക വൃത്തങ്ങൾ പ്രതികരിക്കുകയും ചെയ്തു. ഗാസയിൽ സഹായം വേണ്ടത്ര വിതരണം ചെയ്യുന്നതിൽ UN പരാജയപ്പെട്ടുവെന്ന് ഇസ്രയേൽ ആവർത്തിച്ച് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ അതിർത്തിയിലെ ഗാസ ഭാഗത്ത് വലിയ അളവിൽ സാധനങ്ങൾ ശേഖരിക്കപ്പെടാതെ കിടക്കുന്നുണ്ടെന്നും ഇസ്രയേൽ മുമ്പ് ആരോപിക്കുകയും ചെയ്തിരുന്നു. ഗാസയിലേക്കുള്ള സഹായ വിതരണം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഇസ്രയേലിന്റെ സൈനിക ഇടപെടൽ സഹായം എത്തിക്കുന്നതിൽ UN തടസ്സം സൃഷ്ടിക്കുന്നതായി UN അധികൃതർ തിരിച്ചടിക്കുന്നു. സുരക്ഷാ പരിശോധനകളുടെ പേരിൽ ഇസ്രയേൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ സഹായ വാഹനങ്ങളുടെ ഒഴുക്കിനെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. കൂടാതെ സുരക്ഷാ ആശങ്കകളും ലോജിസ്റ്റിക് പ്രശ്നങ്ങളും കാരണം സഹായവാഹന ഗാസ മുനമ്പിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് എത്താൻ പ്രയാസപ്പെടുകയാണ്. പലപ്പോഴും സഹായം ലഭ്യമാക്കുന്ന ഇടങ്ങളിൽ വലിയ ജനക്കൂട്ടം തടിച്ചുകൂടുകയും അത് നിയന്ത്രിക്കാൻ പ്രയാസമാവുകയും ചെയ്യുന്നു. മെയ് 27-ന് ആരംഭിച്ച US-ന്റെയും ഇസ്രയേലിന്റെയും പിന്തുണയുള്ള ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫെസിലിറ്റി വിതരണ സംവിധാനവുമായി സഹകരിക്കാൻ UN വിസമ്മതിച്ചിരുന്നു. അതിന്റെ സജ്ജീകരണം അധർമ്മികമാണ് എന്നാണ് UN വിശേഷിപ്പിച്ചത്. ഇത് ഇസ്രയേലും UN ഏജൻസികളും തമ്മിലുള്ള സഹകരണത്തിലെ വിള്ളലുകൾ വ്യക്തമാക്കുന്നതാണ്. ഇരുപക്ഷവും പരസ്പരം കുറ്റപ്പെടുത്തുമ്പോൾ കഷ്ടപ്പെടുന്നത് ഗാസയിലെ സാധാരണ ജനങ്ങളാണ്. സഹായം എത്തിക്കുന്നതിനുള്ള രാഷ്ട്രീയപരമായ തടസ്സങ്ങൾ മാനുഷിക പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുന്നു. ഹമാസിന്റെ സാന്നിധ്യവും അവരുടെ നിയന്ത്രണങ്ങളും സഹായ വിതരണത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് ഇസ്രയേൽ നിരന്തരം വാദിക്കുകയും ചെയ്യുന്നു. UN ഏജൻസികളും ഹമാസ് ഭരണകൂടവും തമ്മിലുള്ള ബന്ധം, സഹായ വിതരണത്തിൽ സുതാര്യത ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ എന്നിവയെല്ലാം ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. മാനുഷിക സഹായം രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന ആരോപണങ്ങൾ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഗാസയിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുകയാണ് ഇപ്പോഴും. വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ സാധാരണക്കാരാണ് ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത്. പട്ടിണിയും രോഗങ്ങളും കൂടാതെ നിരന്തരമായ സൈനിക ആക്രമണങ്ങളും അവരുടെ ജീവിതം നരകതുല്യമാക്കുന്നു. ഈ പ്രതിസന്ധിക്ക് എത്രത്തോളം പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കണ്ടെത്തേണ്ടതും അത്യാവശ്യമാണ്. ഒരു ദീർഘകാല സമാധാന ഉടമ്പടി ഇല്ലാതെ ഗാസയിലെ ജനങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്താൻ കഴിയില്ല. അതിനായി അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ ശക്തമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. സഹായം തടസ്സങ്ങളില്ലാതെ ഗാസയിലെ ജനങ്ങളിലേക്ക് എത്തുന്നു എന്നത് ഉറപ്പാക്കുകയും അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. രാഷ്ട്രീയപരമായ തർക്കങ്ങൾ മാറ്റിവെച്ച് മാനുഷിക സഹായത്തിന് മുൻഗണന നൽകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു.